തിരുവനന്തപുരം നെടുമങ്ങാട് കാപ്പ നിയമം ലംഘിച്ചയാൾ അറസ്റ്റിലായത് തെക്കുംകര സ്വദേശി വിനോദ്. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം, മോഷണം, വധശ്രമം എന്നീ കേസുകളിലെ പ്രതി. കോഴിക്കോട് കൊടിയത്തൂരിൽ കനത്ത മഴയിൽ കിണറിടിഞ്ഞു. ഇടിഞ്ഞത് ആലുങ്ങലിൽ തറയിൽ മമ്മദിന്റെ വീട്ടുമുറ്റത്തെ കിണർ. ഇന്നലെ പെയ്ത ശക്തമായ മഴയിലാണ് കിണറിടിഞ്ഞത്. വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന ബ്രൗൺ ഷുഗറുമായി അസം സ്വദേശി പിടിയിലായത് 24 വയസ്സുകാരനായ ജഹീറുൽ ഇസ്ലാം. പ്രതിയിൽ നിന്നും പിടികൂടിയത് 1.5 ഗ്രാം ബ്രൗൺ ഷുഗർ. കൊല്ലം പോരുവഴിയിലെ വീട്ടിൽ മോഷണം നടന്നതായി പരാതി. മോഷണം നടന്നത് ഇന്ന് പുലർച്ചെ വടക്കേമുറിയിലെ ശ്രീജിത്തിന്റെ വീട്ടിൽ. സംഭവത്തിൽ കേസെടുത്ത് ശൂരനാട് പോലീസ്. കൃഷ്ണവിഗ്രഹം മോഷ്ടിച്ചതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. RDX സിനിമ നിർമ്മാതാക്കൾക്കെതിരെ പരാതി നൽകിയത് തൃപ്പൂണിത്തുറ സ്വദേശി. 6 കോടി നൽകിയിട്ടും ലാഭവിഹിതം നൽകിയില്ലെന്നും വ്യാജരേഖയുണ്ടാക്കി ചെലവ് പെരുപ്പിച്ച് കാണിച്ചെന്നുമാണ് ആരോപണം. തൃശൂർ കാഞ്ഞാണി ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ GLPS സ്കൂളിൽ ഗ്ലോബൽ സർവീസ് പ്രൊജക്ട് പരിപാടി സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം ലയൺസ് ക്ലബ് മുൻ പ്രസിഡന്റ് സുരേഷ് കൊട്ടാരത്തും നിലവിലെ പ്രസിഡന്റ് മോഹൻലാലും ചേർന്ന് നിർവഹിച്ചു. പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാഗമായി കറിവേപ്പില തൈ, ചൈൽഡ് ക്യാൻസർ പ്രൊജക്ടിന്റെ ഭാഗമായി പ്രോട്ടീൻ കിറ്റ് തുടങ്ങിയവ വിതരണം ചെയ്തു.